ഹലോ മൈ ഗൈസ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ പൊന്നാനി ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാം. പൊന്നാനി ബീച്ച് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടും കൂടി അപ്പോൾ ജസ്റ്റ് എടുത്ത വീഡിയോസ് എല്ലാം കൂടി കൂട്ടിക്കാണ്ട് വെറുതെ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്നുള്ള നല്ല നിലക്കാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും. വീഡിയോ ഇടാച്ചിട്ട് എടുത്ത വീഡിയോസൊന്നുമല്ല. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒക്കെ വീഡിയോ കാണും എല്ലാവരും. പൊന്നാനിയിലെ ചരിത്രപ്രസിദ്ധമായ ഒരു പള്ളിയാണ് പൊന്നാനി വലിയ ജുമാ മസ്ജിദ് എന്നറിയപ്പെടുന്ന. ഒരു കാലത്ത് മലബാറിൻ്റെ മക്ക എന്നും അറിയപ്പെട്ടിരുന്നു ഈ പള്ളി. പൂർണ്ണമായും കേരള വാസ്തുവിദ്യയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളിയുടെ മുകൾത്തട്ട് മുഴുവനും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളിക്ക് ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുണ്ട്. AD 1519 ഷെയ്ഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് മക്ബരിയുടെ നേതൃത്വത്തിൽ പള്ളിയുടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പള്ളിയുടെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ള എണ്ണവിളക്കിന് ചുറ്റുമിരുന്ന് മതപഠനം നടത്തി മഖ്ദൂമിൽ നിന്ന് മുസ്ലിയാർ പദവി നേടുന്ന പതിവുണ്ടായിരുന്നു. പൊന്നാനിയുടെ വൈജ്ഞാനിക രംഗത്ത് ഈ പള്ളി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഗോവണി നിർമ്മിച്ചിട്ടുള്ളത് പൂർണ്ണമായും മരം കൊണ്ടാണ്. കേരളത്തിന്റെ തനതായ സ്റ്റൈലിൽ പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോവണിയാണ് പള്ളിക്കുള്ളത്. പള്ളിയുടെ മുകൾ തട്ട് മുഴുവനായും മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ പള്ളി കാണാൻ ഇതാണ് പള്ളിൻ്റെ അറ. ഇതാണ് പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അടിവശവും മുകൾ വശവും പൂർണ്ണമായും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പള്ളിയുടെ മുകൾ തട്ടിലുള്ള അറ. പള്ളിയുടെ ഏറ്റവും മുകൾ വശത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ അറയ്ക്കാണ് ജിന്നുകൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ള അറയാണിത്. ജിന്നുകൾക്ക് അറിവ് പകർന്നു കൊടുത്തിട്ടുള്ള അറയാണ്, അതിനായിട്ടുള്ള പ്രത്യേക അറയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ ഏകദേശം എല്ലാ ഭാഗത്തും പുറത്തേക്കുള്ളൊരു പ്രത്യേകതരം ജനൽപ്പാളി കാണാൻ സാധിക്കും എല്ലാ വശത്തും. പള്ളിയുടെ മറ്റൊരു സവിശേഷതയാണ് പള്ളിയുടെ നടുമുറ്റത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒളു ചെയ്യാനും കാര്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ഈ കുളം. പണ്ട് മുതലേ വലിയ വലിയ മത്സ്യങ്ങളും മറ്റുമാണ് ഈ കുളത്തിലുണ്ടായിരുന്നത്. ഇവിടെ ആണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ള ആശാരി അടുക്കിയിരിക്കുന്നത്. ഈ പള്ളിയുടെ നിർമ്മാണ സമയത്ത് ഏറ്റവും മുകളിൽ നിന്ന് ഇടതുവശത്തേക്ക് നോക്കരുതെന്ന് കൽപ്പിച്ചിട്ടും ഇടതുവശത്തേക്ക് നോക്കിയ ആശാരി അവിടെ മക്കയും മദീനയുമാണ് കാണാനിടയായത്. അത് കണ്ട് താഴേക്ക് വീഴുകയും അതിനുശേഷം അവിടെ വീണുകൊണ്ട് മുസ്ലിമായി മരണപ്പെടുകയുമാണ് ചെയ്തത്. ഈ ആശാരി പിന്നീട് ആശാരിത്തങ്ങൾ എന്ന നാമത്തിൽ അറിയപ്പെട്ടു. പള്ളിയുടെ എൻട്രൻസിൻ്റെ വലതുവശത്തായി സൈനുദ്ദീൻ മക്തൂം റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ. അവിടുത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ 2-3 മക്ബറയിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ട്. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബാക്കി